നീ എന്താ ചിന്തിക്കുന്നത്? ഇവിടെ വരുന്ന എല്ലാവരും പെട്ടെന്ന് പ്രസവിക്കുന്നു. എന്തുകൊണ്ട് പിന്നെ എപ്പോഴും വരുന്ന നഴ്സുമാർ പ്രസവിക്കുന്നില്ല? എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ജന്മത്തിൽ പണമാക്കി ജനിക്കണം. നീ വളർന്ന് ഈ ലോകത്തിന് തന്നെ മാതൃകയാണ്. അതൊക്കെ പിന്നെ ആദ്യം നീ പോയി അപ്പുറത്തെ വാർഡിലെ കൊച്ചിന്റെ ഇൻസ്റ്റാ ഐഡി മേടിച്ചതാ. നീ കാട്ടുകോഴി തന്നെ. ഡോക്ടറെ, ഒരു അസുഖവും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പൊ കയ്യിലിരിക്കുന്നില്ലേ? ഫോൺ അങ്ങോട്ട് മാറ്റി കിടന്നുറങ്ങണം. പിന്നെ ഒരു അസുഖവും വരില്ല. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അമ്മ എപ്പോഴും ഫേസ്ബുക്കിലാണ്. ഇനി എങ്ങനെ കാണുമെന്ന് നോക്കാം. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവരോട് നിനക്ക് എന്താ പറയാനുള്ളത്? ബാങ്കിൽ നിന്ന് ഹോം ലോൺ എടുത്ത് അടച്ചു തീർക്കാൻ 20 കൊല്ലം എടുക്കും. അതേസമയം ഈ ബാങ്ക് കൊള്ളയടിച്ചാൽ 10 കൊല്ലം കൊണ്ട് പുറത്തിറങ്ങുക. നീ എവിടെ പോയിരുന്നു? ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾക്ക് സ്വർണ്ണമോരം ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു. അതിലും നല്ല സിംഗിൾ ആയിരിക്കുന്നതാ. സരളേ സരളേ, എൻ്റെ അടുത്തൊരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ഭയങ്കര ക്യൂട്ടാ. എനിക്ക് തോന്നുന്നു എന്നെ ലൈൻ അടിക്കണമെന്നു. കൊച്ചേ, ഒരാഴ്ചക്കുള്ളിൽ 6 പാക്ക് വരണം. അത് കുഴപ്പമില്ല, നമുക്ക് ഓരോന്ന് വെച്ചിട്ട് താഴെ കയറ്റി വിടാം. കാലം പോയൊരു പോക്കെ. പണ്ടൊക്കെ സൂപ്പർ വില്ലന്മാരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ ജനങ്ങളെ രക്ഷിച്ചിരുന്നത്. ഈ കുഴി ഇനി ആര് ചത്തിട്ട് മൂടാനാണോ വെച്ചിരിക്കുന്നത്? നീ വളരുമ്പോ അറേഞ്ച് വിവാഹം ചെയ്യോ അതോ ലവ് മാരേജ് ചെയ്യോ? ഒരു കഴുത ചാവണോ വെച്ചാ മുങ്ങിച്ചാവാം, അല്ലെങ്കിൽ തൂങ്ങിച്ചാവാം. എല്ലാം ഒന്ന് തന്നെ അല്ലേ? ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് 500 പെറ്റി അടക്കണം. ഞാൻ ഈ കുഴിയിലൂടെ വണ്ടി ഓടിച്ചു വന്നു. അതിന് 1000 പെറ്റി ആദ്യം താ, അതിന് 500 തരാം. നീ എന്താ ചെയ്യുന്നേ? എന്നോട് പാർട്ടിക്കാര് പറഞ്ഞേക്കുന്നത് ഏതൊക്കെ പാർട്ടിക്കാരുടെ ചിഹ്നം ഉണ്ടോ അതിന്റെ മുകളിൽ വരക്കാണാന് പറഞ്ഞേക്കുന്നത്. എന്താടാ, നിനക്ക് ഹെൽമെറ്റ് ഇല്ലേ? 1000 ഫൈൻ അടക്കണം. അടച്ചിൽ നീ എന്ത് ചെയ്യും? പോയി എന്റെ അപ്പനോട് അടക്കാൻ പറ. നിനക്ക് എന്താ നിന്റെ കൂട്ടുകാരനോട് പറയാനുള്ളത്? നീ തന്ന പൈസയിൽ അതങ്ങ് മറന്നേക്ക്. അതങ്ങ് മറന്നേക്ക്. 2 പന്തിൽ 8 റൺസ് ജയിപ്പിച്ചേക്ക്. എല്ലാ പന്തിലും തുഴഞ്ഞിട്ട് അവസാനത്തെ 2 പന്ത് എനിക്ക് തന്നാ ഞാൻ എങ്ങനെ ജയിപ്പിക്കാന്? കുട്ടികളുണ്ടാവേണ്ട പ്രായത്തിൽ കുട്ടിക്കളി കളിച്ചത് മൊണ്ണ. എടാ, നിന്നെയാണേ ഞാൻ പറയുന്നത്. നാട്ടിലെ എന്നെ പോലുള്ള കൊച്ചു കുട്ടികൾ വരെ കല്യാണം കഴിച്ചു. കുഞ്ഞേ, ഒരു മിൽക്ക് ചലഞ്ച് ആയാലോ? ഒന്ന് പൊയ്ക്കടാ സമാധാനത്തോടെ. വായി നോക്കാൻ പോലും സമ്മതിക്കില്ല. ഈ പ്രായത്തിൽ പിസ തിന്നുന്നത് നല്ലതാണോ? 9 മാസം വളരെ കഷ്ടപ്പാടായിരുന്നു. അതൊക്കെ ഇപ്പൊ തീർക്കുക. എന്താ മോനെ ഒരു വിഷമം? മടുത്തു. പ്രശ്നത്തോട് പ്രശ്നം. സ്കൂള്, ട്യൂഷൻ, ഇത് തന്നെ ജീവിതം. എവിടെയെല്ലാം പോയാലോ തോന്നിപ്പോകുന്നു. വിഷമിക്കണ്ട മോനെ, ദൈവം ഒരു വാതിൽ അടച്ചാൽ അവൻ അടുത്തത് തുറക്കും. എന്റെ 2 വാതിലുകളും അടച്ചിരിക്കുന്നു. താക്കോൽ എവിടെയോ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിന്റെ വീട്ടിൽ ആരാണ് മെയിൻ? ഞാനാണ് മെയിൻ. ഞാൻ തീരുമാനിക്കുന്ന പോലെയാണ് എല്ലാരും. എപ്പ കിടക്കും, എന്ത് കഴിക്കും, എല്ലാം ചെയ്യുന്നത്. നീ എന്താ ഉറങ്ങാതിരിക്കുന്നേ? വീട്ടിൽ കള്ളം കയറാതിരിക്കാനാ. എന്നെപ്പോലെ ഒരു മകനെ കിട്ടാൻ പുണ്യം ചെയ്യണം. എന്താണ് ഇപ്പൊ പ്രശ്നം? കാണാൻ വന്നാ കണ്ടിട്ട് പോണം. ചെവി പിടിച്ച് തിരിക്കാനോ കവളത്തൂ പിച്ചനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല. എന്താ റോഡാണോ? MLA പോയി പറ, ബാറ്റ്മാൻ വിളിച്ചിരുന്നു. ഈ കുഴിയൊക്കെ നാളെ തന്നെ നന്നായിക്കൊള്ളണം, അല്ലെങ്കിൽ വിവരം അറിയും. വലുതാവുമ്പോ നിനക്ക് ആരാകണം? എനിക്ക് വലുതാവുമ്പോ നിന്റെ പിള്ളേരുടെ അച്ഛനാകണം. തന്തയുടെ മോൻ തന്നെ. വെളുത്ത പെണ്ണുങ്ങൾ എന്തുകൊണ്ടാണ് കറുത്ത ആണുങ്ങളെ കല്യാണം കഴിക്കുന്നത്? ഹൽവയിൽ കപ്പലണ്ടിട്ട രുചി കൂടുന്ന പോലെ സർക്കാർ ജോലിയുണ്ട്. കൊടംപുളി വരെയും മധുരമാക്കും. വലുതാവുമ്പോ നിനക്ക് ആരാകണം? നിന്റെ പിള്ളേരുടെ അച്ഛനാകണം. തന്തയുടെ മോൻ തന്നെ. നിനക്ക് വലുതാവുമ്പോ എന്താവാൻ ആഗ്രഹം? വലുതാവുമ്പോ എനിക്ക് ഒന്നും ആകണ്ട. അപ്പനോട് പറ, ഒരു നല്ല പെങ്കൊച്ചിനെ കണ്ടെത്തി വെക്കാൻ, എനിക്ക് കല്യാണം കഴിക്കാം. നിനക്ക് പ്രണയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രണയിക്കുന്ന ഒരു കലയാണ്. എന്നാ ഞാൻ പറയുന്നത് ആരും പ്രണയിക്കരുതെന്നാണ്. എടി കള്ളി, നീ ഒലിപ്പിച്ച് നടന്നിട്ട് എന്റെ പൈസ മൊത്തം തീർത്തു. എനിക്കിപ്പോ പാമ്പേഴ്സ് വാങ്ങാൻ പോലും നിവർത്തിയില്ല. എന്നെ വിട്ടേക്കൂ, എന്റെ ചോരയില്ല, ചെലന്തിച്ചാറാണ്. കൊച്ചർക്ക, നേരം വെളുത്ത് എണീറ്റ് വീട്ടിൽ പോവാൻ നോക്ക്. ഡ്രാക്കുല പോയോ? എടാ മരകഴുതേ, നിനക്ക് വിവരമില്ലേ? ഇതിനെ ഫോറസ്റ്റുകാർ കണ്ട എന്നെ അടക്കം പിടിച്ചോണ്ടാക്കും, കുരുത്തം കെട്ടവനെ. വേഗം വീട്ടിലേക്ക് വാ. എടാ പാണ്ടക്കുട്ട, നിന്നെ മിക്കവാറും തള്ള ആർക്കെങ്കിലും കൊടുക്കും. അതിനു മുമ്പ് നിന്നെ ഞാൻ കറിയാവും. നോക്കിക്കോ നീ. കുരുത്തം കെട്ടവനെ, ആനയുടെ ചവിട്ട് കിട്ടിയിട്ട് നിന്റെ അടിയന്തരം നടത്തുവാനുള്ള കാശ് എന്റെ ഇല്ലടാ നാറി. പോയി ആനയ്ക്കുള്ള പട്ട കൊണ്ടുപോടാ കൊരങ്ങ.
ഈശ്വരാ, ആ കിഴവിന്റെ ശാപം കാരണം ആനയ്ക്ക് തിട്ട കൊടുത്ത് ഞാൻ മടുത്തു. വല്ല അമേരിക്കയിലൊന്നും നിന്നാ മതിയായിരുന്നു. പണി പാളി. ഇവളെ ഞാൻ പ്രസവവാടി വെച്ചേ നോട്ടിട്ടതാ. ഇപ്പൊ കല്യാണവും കഴിച്ചു. ഇനി വീട്ടിൽ പോയി പാപ്പം കഴിച്ചോന്ന് ചാച്ചണം. പൊന്നെ, നമ്മുടെ കാര്യം വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചാ നീ ഇറങ്ങി വരുവോ? നീ വിളിച്ചാ ഞാൻ എന്റെ പാമ്പേഴ്സും കുറുക്കും എടുത്ത് ഇറങ്ങി വരും. ഈ പാസ്പോർട്ട് എക്സ്പയർ ആയല്ലോ. കുരുപ്പേ, ഞാൻ ജനിച്ചിട്ട് ആകെ 2 ദിവസമായിട്ടുള്ളൂ. പിന്നെ എങ്ങനെ എക്സ്പയർ ആയി? എന്താ മോനെ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഓടിപ്പോയി രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. പറ്റിച്ചു. വാവാ, എങ്ങോട്ട് പോണു? വീട്ടിൽ അമ്മച്ചിക്ക് ഉറങ്ങാൻ പറ്റണില്ലെന്നും പറഞ്ഞ് എന്നെ പുറത്താക്കി. ഞാൻ ഇനി എങ്ങോട്ട് പോവും? ഉറങ്ങിക്കിടക്കുന്ന എന്നെ എണീപ്പിച്ചു, കുളിപ്പിച്ചു, കണ്ണെഴുതി, പൗഡറിൽ മുക്കി വീണ്ടും കിടന്നുറങ്ങാൻ പറയുന്ന എന്തിനാണ്? ആരേലും പറഞ്ഞു തരുവോ? കുഞ്ഞേ, നീ എന്തിനാ ഭക്ഷണം പാചകം ചെയ്യുന്നത്? മഹാറാണി അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുക. വെലവും കഴിക്കുന്നൊക്കെ ഞാൻ ഉണ്ടാക്കണം. വാവയുടെ പ്രശ്നം എന്താണ്? എല്ലാരും എന്നോട് ചോദിക്കാതെയാണ് എന്റെ ഫോട്ടോ എടുക്കുന്നത്. ഓടിക്കല്ലാത്തിനെ. വാവയുടെ പ്രശ്നം എന്താണ്? എല്ലാരും എന്നോട് ചോദിക്കാതെയാണ് എന്റെ ഫോട്ടോ എടുക്കുന്നത്. ഓടിക്കല്ലാത്തിനെ. ഞാൻ ഇന്ന് ഹോംവർക്ക് ചെയ്തിട്ടില്ല. സ്കൂളിൽ പോയാ ടീച്ചറമ്മ എന്നെ തല്ലും. ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല.